ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ-ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വ മിഖ്ദാരിഹിൽ അദീം. യാ ഹമ്മത്തശ് ശൈഖ് ഉദ്രി ലനാ ബിഹാദൽ മഹ്ദരി വൽ തഅതിഫി ബിനദ്റത്തിൻ തഅതി ലനാ ബിൽ ളഫരി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇറാൻ്റെ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നത് ജിയാറത്തിൻ്റെ മാനിനെക്കുറിച്ചായിരുന്നു. എന്തുകൊണ്ടാണ് തിജാനി ത്വരീഖത്തിലെ ജിയാറത്ത് ജിയാറത്ത് മറ്റ് ഔലിയാക്കന്മാർ ജിയാറത്ത് ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അതുപോലെ തന്നെ പരിശുദ്ധമായ ശരീഅത്തിനനുസരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ, ശരീഅത്തും നമ്മുടെ ത്വരീഖത്തും തമ്മിലുള്ള ബന്ധം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അതായത് നമ്മൾ ത്വരീഖത്തിൻ്റെ നിബന്ധനകളെക്കുറിച്ചായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ നിബന്ധനകൾ ഒളിഞ്ഞിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട നിബന്ധനയുണ്ട്. അതായത് നിസ്കാരം നിലനിർത്തണം, മാതാപിതാക്കൾ അനുസരിക്കണം, തിജാനിത്തിൻ്റെ ഔറാദ് കൊണ്ടെടുക്കണം, വേറെ ത്വരീഖത്ത് സ്വീകരിക്കരുത്, തിജാനി അല്ലാത്ത ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യരുത്, പരിശുദ്ധമായ ശരീഅത്ത് അനുസരിച്ച് പരമാവധി ജീവിക്കാൻ പരിശ്രമിക്കണം എന്നൊക്കെ പറയുന്നതും അതൊക്കെ ഇതിൻ്റെ നിബന്ധനകളാണെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പറയാത്തൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ത്വരീഖത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ത്വരീഖത്താണെന്നുള്ളതാണ്. അത് ഒരാൾ ഈ ത്വരീഖത്ത് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം സുന്നി ആയിരിക്കണം. സുന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലേതെങ്കിലും സുന്നി സംഘടനയിൽ അംഗമാവണമെന്നല്ല പറഞ്ഞതിൻ്റെ സാരം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന പരിശുദ്ധമായ ദീനിൻ്റെ തനതായ രൂപം, ആ രൂപം കൊണ്ട് നടക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട്. ആ വിശ്വാസ പ്രമാണങ്ങളെ അംഗീകരിക്കുന്ന ആളായിരിക്കണം. അംഗീകരിക്കുന്ന ആളാണെന്ന് മാത്രമല്ല, അതിൽ വിശ്വാസം അടിയുറപ്പിക്കുകയും വേണം. ഇപ്പോൾ നല്ലൊരു സുന്നി ആയിരിക്കണം. കറകളഞ്ഞ സുന്നിക്ക് മാത്രമേ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിശാലാടിസ്ഥാനത്തിൽ കേട്ടോ. എന്നാൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഉസ്താദ് സുന്നികളുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള എന്തെങ്കിലും കാര്യത്തെ പറഞ്ഞിട്ട് അത് ചെയ്യാത്തവൻ സുന്നിയല്ല എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ പെടണമെന്നില്ല. പല വിഷയങ്ങളിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളും അടങ്ങുന്നതാണ് ശരിക്കും വിശാലാടിസ്ഥാനത്തിലുള്ള സുന്നി ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശാലാടിസ്ഥാനത്തിലുള്ള സുന്നി ഇസ്ലാമിൻ്റെ ഭാഗമായിരിക്കണം ബൈഅത്ത് ചെയ്യുന്ന മുരീദ് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഇനി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഹസൻ ബാക്കലി തങ്ങൾ വിശദീകരിക്കുന്നത്. സുന്നി വിശ്വാസങ്ങളെക്കുറിച്ച്, അതായത് സുന്നി അഖീദയെക്കുറിച്ച് വ്യക്തമായ അറിവിലൂടെയാണ് ഈമാൻ പൂർണ്ണമാകുന്നത്. അതിനാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വം, വുജൂദ്, അനാദിത്വം, അതായത് അവന് തുടക്കമില്ല എന്ന് പറയുന്ന അവസ്ഥ, അനശ്വരത, അവന് അവസാനമില്ല എന്ന് പറയുന്ന അവസ്ഥ, മറ്റെല്ലാത്തിൽ നിന്നുമുള്ള സമ്പൂർണ്ണമായ സ്വയം പര്യാപ്തത, സൃഷ്ടികളോടുള്ള സാദൃശ്യമില്ലായ്മ, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥ, അവൻ്റെ സത്തയിലും പ്രവർത്തികളിലും ഗുണങ്ങളിലുമുള്ള ഏകത്വം, അവൻ ദാത്തിയായും ഫിഅലിയായും സിഫാത്തിയും ഒക്കെ അവൻ ഏകനാണെന്ന് പറയുന്നത് എന്നിവ അനിവാര്യമായി ഉൾക്കൊണ്ടിരിക്കേണ്ടതാണ്. ഇതൊക്കെ ഒരു തിജാനിക്ക് ഉണ്ടാവണം. തിജാനിക്ക് വിശ്വാസം ഉണ്ടാകരുത്. തിജാനി വിചാരിക്കും അള്ളാഹു ദാത്തിയായി മാത്രമേ ഏകത്തുള്ളൂ, സിഫാത്തിയായി അങ്ങനെയല്ല, അള്ളാഹിൻ്റെ സിഫാത്തിൽ അടിമകൾക്കും സൃഷ്ടാവിനും പങ്കുണ്ട് എന്നൊന്നും വിശ്വസിക്കുന്ന ആൾക്ക് തിജാനിയാവാൻ പറ്റില്ല. ആ പറഞ്ഞതിൻ്റെ സാരം. അതുപോലെ കഴിവ്, ഉദ്ദേശം, അറിവ്, ജീവൻ, കേൾവി, സംസാരം, കാഴ്ച എന്നീ ഗുണങ്ങളും അവനുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നവനും കഴിവുള്ളവനും അറിവുള്ളവനും ജീവനുള്ളവനും കേൾക്കുന്നവനും കാണുന്നവനും സംസാരിക്കുന്നവനുമാകുന്നു. അവന് യാതൊരു സ്വാർത്ഥ ലക്ഷ്യങ്ങളുമില്ല. വസ്തുക്കൾക്ക് അവയുടെ സ്വന്തം ശക്തി കൊണ്ടോ പ്രകൃതം കൊണ്ടോ യാതൊരു സ്വാധീനമില്ലെന്നും ഒരു കാര്യം ചെയ്യലോ ഉപേക്ഷിക്കലോ അവൻ്റെ മേൽ നിർബന്ധമല്ലതും പ്രപഞ്ചം അതിൻ്റെ പദാർത്ഥങ്ങളായും അവയുടെ അവസ്ഥകളായും പുതുതായി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കേണ്ടതാണ്. അപ്പോൾ അവൻ്റെ വിഷയത്തിലുള്ള അവൻ്റെ സിഫാത്തുകളെക്കുറിച്ചൊക്കെ അവന് അറിവുണ്ടാവണം. അതോടൊപ്പം അവനിത് ഒരു താല്പര്യത്തിൻ്റെ മേലല്ല അതൊന്ന് പഠിച്ചതെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഈ സൃഷ്ടിയൊക്കെ ഇത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നും ബോധ്യം അവനുണ്ടാവണം. അതായത് ഇവിടെ സൃഷ്ടിയൊന്നുമില്ല, സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ഹഖീഖത്താണ്. എന്നാൽ സൃഷ്ടിയുണ്ട് മജാസിയായിട്ട്.
അപ്പോൾ മജാസിയായി ആലങ്കാരികമായ സൃഷ്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയും വേണം. സൃഷ്ടി തന്നെ ഇല്ല എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നബിമാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട ദിവ്യഗ്രന്ഥങ്ങൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. അപ്പോൾ വിശ്വാസങ്ങൾ മാത്രം വിശ്വസിച്ചാൽ പോരാ, മറ്റ് നബിമാരെ വിശ്വസിക്കണം, അവർ ഗ്രന്ഥങ്ങൾ വിശ്വസിക്കണം, അതിലൊക്കെ ഹക്കുണ്ട് മനസ്സിലാക്കണം. മേൽപ്പറഞ്ഞ ഗുണങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങൾ ഉണ്ടാവുക എന്നത് ബുദ്ധിപരമായ അസാധ്യമാണ്. ലോകം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. ലോകം എന്നാൽ അള്ളാഹു അല്ലാത്ത സകലതുമാണ്. അല്ലാത്ത സകലതും സൃഷ്ടിക്കപ്പെട്ടതാണ്, അത് സൃഷ്ടാവല്ല എന്ന് വിശ്വസിക്കണം. അള്ളാഹു താൻ ഉദ്ദേശിച്ച സമയത്ത് താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൊണ്ട് താൻ ഉദ്ദേശിച്ച രൂപത്തിൽ അതിനെ സൃഷ്ടിച്ചു. നബിമാർക്ക് വിശ്വസ്തത, സത്യസന്ധത, സന്ദേശം പൂർണ്ണമായി എത്തിച്ചു കൊടുക്കൽ എന്നിവ അനിവാര്യമാണ്. ഇതിന് വിപരീതമായ സ്വഭാവങ്ങൾ അവർക്ക് അസാധ്യമാണ്. അവർക്ക്, അതായത് നബിമാർ തെറ്റ് ചെയ്യും എന്നൊന്നും ആരും വിശ്വസിക്കരുത്. ഒരാൾ തിജാനിയാണ്, അവൻ്റെ വിശ്വാസപ്രകാരം നബിമാർ തെറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു തിജാനിക്ക് പറ്റൂല. അവന് വിശ്വസിക്കേണ്ട നബിമാർക്ക് വിശ്വസ്തത ഉണ്ട്, സത്യസന്ധത ഉണ്ട്. അവർ പൂർണ്ണമായും അവർക്ക് ആ സന്ദേശം, അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത സന്ദേശം എത്തിച്ചു കൊടുക്കൽ അവർക്ക് അനിവാര്യമാണ് എന്നും അവന് വിശ്വസിക്കണം. എന്നാൽ അവരുടെ പദവികൾക്ക് കുറവ് വരാത്ത മനുഷ്യസഹജമായ കാര്യങ്ങൾ അവർക്കുണ്ടാകാവുന്നതാണ് എന്നും അവന് വിശ്വാസം ഉണ്ടാകണം. പിന്നെ ചില നബിമാർ അങ്ങാടിയിൽ പോകുന്നു, ഭാര്യയുമായി ഇണചേരുന്നു, മക്കളുണ്ടാവുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. ഇതൊക്കെ നബിമാർക്കും സാധ്യമാണ് എന്നവൻ വിശ്വസിക്കണം. മനുഷ്യമായ പ്രകൃതി അവർക്കുണ്ടെന്ന് മനസ്സിലാക്കണം. എന്നാൽ മനുഷ്യപ്രകൃതം വെറുക്കുന്ന കുഷ്ഠം, വെള്ളപ്പാണ്ട്, വൃഷ്ണവീക്കം പോലെയുള്ള രോഗങ്ങൾ അവർക്കുണ്ടാവുക എന്നത് ബുദ്ധിപരമായി തികച്ചും അസാധ്യവുമാണ്. അതുപോലെ എന്നാൽ നബിമാർക്ക് മോശപ്പെട്ട രോഗങ്ങൾ, ആൾക്കാർ വെറുക്കുന്ന രോഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കരുത്. ചില ആളുകളൊക്കെ പറയാറുണ്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനുള്ള ഒരുപാട് ആളുകൾ വെറുക്കുന്ന രോഗം കൊടുത്തു. അങ്ങനെ വെറുക്കുന്ന രോഗമൊന്നും അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കരുത്. അയ്യൂബ് നബിക്ക് രോഗം കൊടുത്തു എന്നുള്ളത് ശരി തന്നെയാണ്. അത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഹൃദയവും നാവും മാത്രം ചലിക്കുന്ന രൂപത്തിലുള്ള വളരെ പ്രയാസകരമായ വേദന ഒക്കെ ഉണ്ടാകുന്ന രോഗം കൊടുത്തു. പക്ഷേ അത് ആളുകൾക്ക് വെറുപ്പുണ്ടാകുന്ന രോഗമല്ല. അപ്പോൾ കുഷ്ഠരോഗം പോലെ, വെള്ളപ്പാണ്ട് പോലെ, വൃഷ്ണവീക്കം പോലെയുള്ള രോഗങ്ങളല്ല അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നബിമാർക്ക് കൊടുക്കാൻ പറ്റൂല. അതിനാൽ ബുദ്ധിപരമായും മതപരമായും അറിഞ്ഞിരിക്കാൻ നിർബന്ധമായ അഖീദകൾ 62 അവയാണ് മതത്തിൻ്റെ അടിസ്ഥാനവും നെടുന്തൂണുകളും. ഒരാൾ തെളിവുകളെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുകയും 1 എന്നത് 2ൻ്റെ പകുതിയാണെന്ന് അറിയുന്നത് പോലെ അതവൻ അനിവാര്യമായി തീരുന്നത് വരെ അവ പരിശീലിക്കുകയും ചെയ്താൽ അതാണ് ഇൽമുൽ യഖീൻ. അതായത് ഈ അറിവിനെക്കുറിച്ച് അവനൊരു ബോധ്യം ഉണ്ടാകും. നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്നതാണ് ഈ കാര്യങ്ങൾ. അത് ഇനി പുതുതായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാൾ 5ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെ മദ്രസയിലൊക്കെ പോയാൽ ഈ കാര്യങ്ങളൊക്കെ അവൻ പഠിക്കും. അല്ലാഹു നമുക്ക് തന്ന വലിയൊരു തൗഫീഖാണ്, കേരളക്കാരെ പ്രത്യേകിച്ചും. അപ്പോൾ ആരെങ്കിലും ആ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ, അതിൽ ഉറപ്പുണ്ടെങ്കിൽ അതാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മലയാളിനോട് നമ്മൾ നബിമാർ തെറ്റ് ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പല്ലേ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യൂല എന്ന് അങ്ങനെ ഉണ്ടോയെന്ന് ചോദിക്കുന്ന അവസ്ഥ അല്ലല്ലോ. കാരണം എന്താ, ഓല് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് തെറ്റ് ചെയ്യൂല എന്ന്. അതുപോലെ അള്ളാഹു മറ്റാരോ ആശ്രയിക്കുന്നവനല്ല, അള്ളാഹൻ അദാത്തിയായും സിഫാത്തിയായും ഒക്കെ അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞാൽ എല്ലാ മദ്രസ പഠിച്ച ആളുകൾക്കും അറിയാം അതൊക്കെ ശരിയാണെന്ന്. കാരണം നമ്മളൊക്കെ അതൊരു ഇൽമുൽ യഖീനുണ്ട്, ഉറച്ചറിവുണ്ട്. ഒരിക്കൽ വിപരീതം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള ബുദ്ധിപരമായ തെളിവുകളെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ് ഇൽമുൽ യഖീൻ. അതാണ് പണ്ഡിതന്മാരുടെ തൗഹീദ്. അപ്പോൾ നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന തൗഹീദ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ബേസിക്കായി ഉണ്ടാവേണ്ട പണ്ഡിതന്മാരുടെ തൗഹീദ്. അതാണ് എല്ലാ ഗ്രന്ഥങ്ങളുടെയും അറിവിൻ്റെ അടിസ്ഥാനം. ആരിഫീങ്ങളുടെ വിശ്വാസങ്ങൾ ഒരിക്കലും അവരുടെ അതായത് ബാഹ്യമായ പണ്ഡിതന്മാരുടെ തെളിവുകളിൽ നിന്ന് വ്യതിചലിക്കുന്നതല്ല. പിന്നെ ഒരാൾ മാരിഫത്തിലെത്തി, അവൻ ആരിഫായി, വലിയ അള്ളാഹുവിനെ അറിയുന്ന ഒരാളായി, അതിനർത്ഥം പിന്നെ അവൻ നേരത്തെ പഠിച്ച ശരീഅത്തിൻ്റെ അറിവുകളുമൊക്കെ വൈരുദ്ധ്യമായിരിക്കും അവൻ്റെ അറിവുകൾ എന്നല്ല. ആരിഫീങ്ങൾ അറിവും ശരീഅത്തിൻ്റെ ബൗണ്ടറിയുടെ ഉള്ളിൽ തന്നെയാണ്. എന്നാൽ ശരീഅത്തിൻ്റെ പണ്ഡിതന്മാർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് ഉണ്ടായിക്കൂടായില്ല. പക്ഷേ എന്നാലും അത് ശരീഅത്തിൻ്റെ ബൗണ്ടറിക്ക് പുറത്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കരുത്. അങ്ങനൊന്നും സംഭവം ഉണ്ടാവില്ല. കാരണം അത് തികച്ചും ശരിയായ സുന്നി അറിവാണ്. ഒരു ആരിഫിനുണ്ടാകുന്ന അറിവും സുന്നി അറിവ് തന്നെയാണ്. അതായത് സുന്നി ഇസ്ലാമിൻ്റെ പുറത്തുള്ള അറിവൊന്നല്ല. എന്നാൽ ആന്തരികമായ ശുദ്ധീകരണം തങ്ങളുടെ ഹൃദയ കണ്ണുകൾ കൊണ്ട് സാക്ഷ്യം വഹിക്കപ്പെടുന്ന, അതായത് അള്ളാഹുവിനെ ദർശിക്കുന്നത് കൊണ്ട് പ്രത്യേകക്കാരായ ആളുകളുടെ തൗഹീദ് ഐനുൽ യഖീനാണ്. അപ്പോൾ ഇത് നമ്മൾ മദ്രസയൊക്കെ പഠിക്കുന്ന ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമുൽ യഖീനാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആത്മീയമായി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ ഉൾക്കണ്ണ് കൊണ്ട് ദർശിക്കുന്ന അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നൊരവസ്ഥ ഉണ്ട്. അതിനെയാണ് ഐനുൽ യഖീൻ എന്ന് പറയുന്നത്.
ഹക്കുൽ യക്കീൻ എന്നത് ആരിഫീങ്ങളുടെ തൗഹീദാണ്. അത് ആത്മീയാനുഭവങ്ങളിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. അതായത് ഒരാളുടെ സത്ത തന്നെ അവന് കാണാൻ പറ്റാത്ത അവസ്ഥയിലായി അവന് ഹക്കിനെ മാത്രം സാക്ഷ്യം വഹിക്കുന്ന ഒരു പ്രത്യേകമായ തൗഹീദുണ്ട്. അതാണ് ഹക്കുൽ യക്കീൻ. അത് ആരിഫീങ്ങൾക്ക് ആത്മീയമായ രുചിയിലൂടെ അനുഭവപ്പെടുന്നതാണ്. അതൊരു ഒറ്റ തെളിവും ഒറ്റ അറിവുമാകുന്നു. അഹ്ലുസുന്നയുടെ സുന്നിയായ ഞങ്ങളുടെ വിശ്വാസം പ്രകാരമാകുന്നു. തിജാനികളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയാം. എന്താണ് തിജാനികളുടെ വിശ്വാസം? നമ്മുടെ നാട്ടിലൊക്കെ പറയലുണ്ട് തിജാനികൾ സുന്നികളാണോ സംശയമുണ്ട്. കാരണം യഥാർത്ഥത്തിൽ തിജാനികൾ പക്ക സുന്നികളാണ്. കാരണം അവരുടെ വിശ്വാസം എന്താ? അള്ളാഹു ഏകനായ ഇലാഹാണ്. അവൻ രണ്ടാമതൊരാളില്ല. അവൻ സന്താനങ്ങളിൽ നിന്നും പങ്കാളിൽ നിന്നും പരിശുദ്ധനാണ്. അവന് പങ്കുകാരില്ലാത്ത ഉടമസ്ഥനാണ്. മന്ത്രിമാരില്ലാത്ത രാജാവാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കൂടെ മറ്റാരുമില്ലാത്ത സൃഷ്ടാവാണവൻ. തന്നെ ഉണ്ടാക്കിയ ഒരു സൃഷ്ടാവിലേക്ക് ആവശ്യമില്ലാത്ത സ്വന്തം അസ്തിത്വത്താൽ തന്നെ നിലനിൽക്കുന്നവനാണവൻ. മറിച്ച് നിലനിൽക്കുന്ന സകലതിനും അവയുടെ നിലനിൽപ്പിന് അവനെ ആശ്രയിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ആരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ സകലതിനും അള്ളാഹിനെ ആശ്രയിക്കേണ്ടതുണ്ട്. അതിനാൽ പ്രപഞ്ചം മുഴുവൻ അവനാലാണ് നിലനിൽക്കുന്നത്. എന്നാൽ അള്ളാഹു അവൻ്റെ സത്തയാൽ തന്നെ നിലനിൽക്കുന്നവനാണ്. അവൻ്റെ അസ്തിത്വത്തിന് തുടക്കമില്ല. അവൻ്റെ നിലനിൽപ്പിന് അവൻ്റെ ബക്കാവിന് അവസാനവുമില്ല. മറിച്ച് അവൻ്റെ അസ്തിത്വം സമ്പൂർണ്ണവും സ്വയം നിലനിൽക്കുന്നതുമാണ്. അവനൊരു പദാർത്ഥമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവന് സ്ഥലം കണക്കാക്കുമായിരുന്നു. അതായത് ഒരു പദാർത്ഥം, ഒരു വസ്തു ആണെങ്കിൽ, ഒരു മൊബൈൽ ഫോൺ പോലെ, ഒരു വാച്ച് പോലെയൊക്കെ ഒരു വസ്തു ആണെങ്കിൽ അവനെവിടെയെങ്കിലും വെക്കാമായിരുന്നു. അങ്ങനൊന്നും ഒരു വസ്തുവല്ല അവൻ. അവനൊരു ഗുണമോ അവസ്ഥയോ ഇല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവന് നിലനിൽപ്പ് അസാധ്യമാകുമായിരുന്നു. അവനൊരു ശരീരവുമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവന് ദിശയും അഭിമുഖവും ഉണ്ടാകുമായിരുന്നു. അവൻ ശരീരമാണെങ്കിൽ ഇന്ന സ്ഥലത്ത് അങ്ങോട്ട് നോക്കുമോ എന്നൊക്കെ പറയുന്നൊരവസ്ഥ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ഇല്ലല്ലോ. അവൻ ശരീരമല്ല. ഹൃദയങ്ങളെ കൊണ്ടും കണ്ണുകളെ കൊണ്ടും കാണാൻ സാധിക്കാത്ത വണ്ണം അവൻ ദിശകളിൽ നിന്നും ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമാണ്. അവൻ ഇന്ന സ്ഥലത്താണ്, കിഴക്കാണ്, പടിഞ്ഞാറാണ് എന്നൊന്നും അവനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അവൻ പറഞ്ഞതുപോലെയും അവൻ ഉദ്ദേശിച്ച അർത്ഥത്തിലും അവൻ തൻ്റെ അർശിൻ്റെ മേൽ ആരോഹണം ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹു അർശിൻ്റെ മുകളിൽ ആരോഹണം ചെയ്തവനാണ് നമ്മൾ വിശ്വസിക്കണം. പക്ഷേ ഇങ്ങനെ ആരോഹണം ചെയ്തു തന്നെ നമ്മളിങ്ങനെ കസാലമേ ഇരിക്കണ പോലെ ഇരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, അള്ളാഹു ഉദ്ദേശിച്ച പോലെ. നമുക്കറിയില്ല അള്ളാഹു എങ്ങനെയാണ് ഇരുന്നത്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച പോലെ അർശിൻ്റെ മുകളിൽ ആരോഹണം ചെയ്തവനാണ് അവൻ വിശ്വസിക്കണം. അർശും അതിൽ ഉൾക്കൊള്ളുന്ന സകലതും അവനാലാണ് നിൽക്കുന്നത് എന്നതുപോലെ തന്നെ ഈ അർശ് വരെ അവനെ കൊണ്ടാണ് നിലനിൽക്കുന്നത്. ആ അർശിൻ്റെ മുകളിൽ അവൻ ആരോഹണം ചെയ്തു പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹു ആലം. അത് അള്ളാഹ് ഉദ്ദേശിച്ച പോലെ. യഹലോകവും പരലോകവും അവൻ്റേതാണ്. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത യാതൊരു തുല്യനും അവനില്ല. ബുദ്ധികൾക്ക് അവനിലേക്ക് പൂർണ്ണമായി വഴികാട്ടാനും കഴിഞ്ഞിട്ടില്ല. ഒരു ബുദ്ധിക്കും അവനിലേക്ക് എത്താനുള്ള വഴിയൊന്നുമില്ല. അവനെ ഒരു കാലവും പരിമിതപ്പെടുത്തുന്നില്ല. ഒരു സ്ഥലവും അവനെ ഉൾക്കൊള്ളുന്നില്ല. മറിച്ച് സ്ഥലമില്ലാതിരുന്ന കാലത്തും അവനുണ്ടായിരുന്നു. അവനിവിടെ സ്ഥലമില്ലാത്തപ്പോൾ അവനുണ്ട്, സമയമില്ലാത്തപ്പോൾ അവനുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തിനോ സമയത്തിനോ അവനെ പരിമിതപ്പെടുത്താൻ പറ്റൂല. അവൻ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം അവനാണ് സ്ഥലത്തെയും സ്ഥലമുള്ളവയെയും സൃഷ്ടിച്ചതും കാലത്തെ ഉണ്ടാക്കിയും സമയവും സ്ഥലമൊക്കെ ഉണ്ടാക്കിയ അവനാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സ്ഥലത്തിനും സമയത്തിനും അവന് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് പറയാം? ഒരിക്കലും പറ്റൂലല്ലോ. സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെ അപ്പുറത്താണ് അള്ളാഹു. അവൻ പറഞ്ഞു, ഞാൻ ഏകനാണ്. സൃഷ്ടികളെ സംരക്ഷിക്കുന്നത് യാതൊരു ഭാരവുമില്ലാതെ ജീവനുള്ളവനാണ്. ഭാരമില്ലാത്ത ജീവനുള്ള അവന് സൃഷ്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവനതിനൊന്നും ആവശ്യമില്ല. സൃഷ്ടികളുടെ വിശേഷണങ്ങൾ പെട്ടതായിട്ടുള്ള അവനിൽ മുമ്പ് ഇല്ലാതിരുന്ന യാതൊരു വിശേഷണവും അവനിലേക്ക് പുതുതായി മടങ്ങി വരികയില്ല. പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ അവനിൽ വന്നു ചേരുന്നതിൽ നിന്നോ അവയിൽ പ്രവേശിക്കുന്നതിൽ നിന്നോ അള്ളാഹു ഉന്നതനാണ്. അതായത് അവനിലേക്ക് പുതിയൊരു വിശേഷണം വരികയോ അവനിൽ നിന്നൊരു വിശേഷണം എടുത്തു പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ അവൻ അവക്ക് മുമ്പോ പിമ്പോ ആകുന്നതിൽ നിന്നും അവൻ പരിശുദ്ധനാണ്. മറിച്ച് അവനോടൊപ്പം മറ്റാരുമില്ലാത്ത അവസ്ഥയിൽ അവനുണ്ടായിരുന്നു എന്ന് അവനെക്കുറിച്ച് പറയും. അപ്പോൾ അവനിവിടെ എല്ലാം ഉണ്ടാവുന്നതിന് മുമ്പുണ്ട്, എല്ലാം അവസാനിച്ചതിന് ശേഷം അവനുണ്ടാവും. കാരണം മുമ്പ് പിമ്പ് എന്നീ പ്രയോഗങ്ങൾ അവൻ തന്നെ സൃഷ്ടിച്ച കാലത്തിൻ്റെ രൂപങ്ങളാണ്. അതിനാൽ ഉറങ്ങാത്തവനും എല്ലാം നിയന്ത്രിക്കുന്നവനും അവനാകുന്നു. തോൽപ്പിക്കാൻ കഴിയാത്ത വിധം സർവാധികാരിയായവനും അവനാകുന്നു. ലൈസ കമസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ എന്ന് പറയുന്നില്ലേ. അള്ളാഹു അവന് തുല്യമായി യാതൊന്നുമില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. അവൻ അർശിനെ സൃഷ്ടിക്കുകയും അതിനെ ആരോഹണത്തിന് അതിരാക്കുകയും ചെയ്തു. കുർസീനെ അവൻ സൃഷ്ടിച്ചു. അതിൽ ആകാശങ്ങളെയും ഭൂമിയെയും അവൻ വിശാലമായി ഉൾക്കൊള്ളിച്ചു. ഉന്നതമായ ലൗഹിനെയും കലമിനെയും അവൻ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു. വിധി നിർണയിക്കപ്പെടുന്ന ദിനം വരെ തൻ്റെ സൃഷ്ടികളിൽ തൻ്റെ അറിവനുസരിച്ച് താൻ ഉദ്ദേശിക്കുന്ന പ്രകാരം ആ പേനയെ അവൻ ചലിപ്പിച്ചു.
മുൻ മാതൃകകളിലൊന്നുമില്ലാതെ അവൻ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചു. അതായത് അവൻ ഒരു മാതൃകയില്ലാതെയാണ് ഇതൊക്കെ പഠിച്ചത്. ആദ്യം ഒരു മോഡൽ ഉണ്ടായിട്ട് നമുക്കൊക്കെ എന്തെങ്കിലും ഒരു മോഡൽ ഉണ്ടാവും ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവനൊരു മോഡലും ഇല്ല, ഒരു മാതൃകയില്ലാതെ അവൻ ഈ പടപ്പൊക്കെ നടത്തിയത്. അപ്പോൾ അവൻ സൃഷ്ടികളെ സൃഷ്ടിച്ചു. അവൻ സൃഷ്ടിച്ചവർക്ക് അവൻ അനുയോജ്യമായ രൂപം നൽകി പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്തു. ശരീരങ്ങളിലേക്ക് ആത്മാക്കളെ അവൻ അമാനത്തായി ഇറക്കി വെച്ചു. ആത്മാക്കളെ ഇറക്കപ്പെട്ട ആ ശരീരങ്ങളെ അവൻ ഭൂമിയിലെ ഖലീഫമാരായി നിശ്ചയിച്ചു. ആകാശങ്ങളിലുള്ളവയും ഭൂമിയിലുള്ളവയും മുഴുവൻ അവനിൽ നിന്നുള്ള അനുഗ്രഹമായി അവൻ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. അതിനാൽ അവനു വേണ്ടിയും അവനിൽ നിന്നുമല്ലാതെ ഒരു അണുവും അനങ്ങുന്നില്ല. തനിക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത നിലയിലാണ് അവൻ സകലതിനെ സൃഷ്ടിച്ചത്. അങ്ങനെ ചെയ്യാൻ അവനെ നിർബന്ധിക്കുന്ന യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അവന് സൃഷ്ടിച്ചാൽ മതിയാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനൊന്നുമില്ല. അവന് ഇഷ്ടമുള്ളതുകൊണ്ട് സൃഷ്ടിച്ചു. അവനെ അതിലേക്ക് പ്രഷർ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്യാൻ അവനെ നിർബന്ധിക്കുന്ന യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൻ്റെ അറിവ് മുൻകടന്നിരിക്കുന്നു. അതിനാൽ അവൻ സൃഷ്ടിച്ചവയെ അവൻ സൃഷ്ടിക്കുക തന്നെ വേണം. അതിനാൽ അവനാണ് ആദ്യവും വലവ്വലുല്ലാഹുറുല്ലാഹുർബാത്തിൻ എന്ന് പറയുന്നത്. അവനാണ് ആദ്യവും അവസാനവും. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ വഅഹ്സാ കുല്ലി ഷൈഇൻ അദദാ യഅലമു ശർറ വഅഖ്ഫാ യഅലമു ഖായിനത്തുൽ ഐനി വമാ തുഖ്ഫി സുദൂർ. ഈ ആയത്തുകളൊക്കെ അവൻ്റെ ഈ വിശേഷണങ്ങളെയാണ് പറയുന്നത്. അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. അവൻ്റെ അറിവ് എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു. അവൻ എല്ലാത്തിനെയും എണ്ണി കണക്കാക്കിയിരിക്കുന്നു. രഹസ്യമായും അതിനേക്കാൾ ഗൂഢമായതും അവൻ അറിയുന്നു. കണ്ണുകളുടെ കള്ളനോട്ടവും ഹൃദയങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയുന്നു. താൻ തന്നെ സൃഷ്ടിച്ച കാര്യങ്ങളെ അവൻ എങ്ങനെ അറിയാതിരിക്കും? അപ്പോൾ അള്ളാഹുവിനെ തൊട്ട് അള്ളാഹ്ക്ക് അറിയാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അവൻ തന്നെ സൃഷ്ടിച്ചതിന് അവനെങ്ങനെ അറിയാതിരിക്കും? സൃഷ്ടിച്ചവൻ അറിയുകയില്ലേ? അവൻ സൂക്ഷ്മജ്ഞാനിയും എല്ലാം അറിയുന്നവനുമാകുന്നു. വസ്തുക്കൾ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ അവൻ അവയെക്കുറിച്ച് അറിഞ്ഞു. അങ്ങനെ താൻ അറിഞ്ഞ കൃത്യമായ അളവനുസരിച്ച് തന്നെ അവൻ അവയെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു. അതിനാൽ അവൻ എക്കാലത്തും വസ്തുക്കളെക്കുറിച്ച് അറിയുന്നവനാണ്. പുതിയ സൃഷ്ടികൾ ഉണ്ടാകുമ്പോൾ അവന് പുതിയതായി യാതൊരു അറിവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കരുത് ഓരോ സൃഷ്ടിപ്പുണ്ടാകുന്നതിനനുസരിച്ച് അവന് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാകുമെന്ന്. അങ്ങനെയല്ല. അവൻ്റെ അറിവ് ഓൾറെഡി കഴിഞ്ഞതാണ്. പുതിയ സൃഷ്ടി ഉണ്ടാകുന്നതിനനുസരിച്ച് അവന് പുതുതായ അറിവൊന്നും ഉണ്ടാകുന്നില്ല. തൻ്റെ അറിവ് കൊണ്ട് അവൻ വസ്തുക്കളെ കുറ്റമറ്റതാക്കുകയും കൃത്യതയുള്ളതാക്കുകയും ചെയ്തു. ആ അറിവ് കൊണ്ട് തന്നെ താൻ ഉദ്ദേശിച്ചവർക്ക് മേൽ അവൻ വിധി കൽപ്പിക്കുകയും അതിനെ ഭദ്രമാക്കുകയും ചെയ്തു. സൂക്ഷ്മമായ വിശദാംശങ്ങൾ അറിഞ്ഞതുപോലെ തന്നെ സകല സൃഷ്ടികളെയും അവൻ സമ്പൂർണ്ണമായി അറിഞ്ഞിരിക്കുന്നു. ഓരോ സൃഷ്ടികളുടെയും സൂക്ഷ്മമായ കാര്യങ്ങളും അവനറിയാം, അതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളും അവനറിയാം. ചിന്താശേഷിയുള്ള പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം യോജിപ്പ് അനുസരിച്ചാണിത്. ഇതിലൊക്കെ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ടെന്നർത്ഥം. അതിനാൽ അവൻ അദൃശ്യമായവനും ദൃശ്യമായവനും അറിയുന്നവനുമാണ്. അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അവൻ എത്രയോ ഉന്നതനാണ്. താൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവൻ ആണവൻ. അതിനാൽ ഭൂമിയുടെയും ആകാശങ്ങളുടെയും ലോകത്തുള്ള സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവനാണവൻ. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിക്കുന്നതുവരെ അതൊന്നും ഇല്ലായ്കയിൽ നിന്ന് ഉണ്ടാകുന്നതുമായി അവൻ്റെ കഴിവ് ബന്ധപ്പെടുകയില്ല. അതായത് ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായതാണ്. അവൻ അതിനെക്കുറിച്ച് അറിയുന്നത് വരെ അവൻ അത് ഉദ്ദേശിക്കാത്തതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ ഒരു വസ്തുവിനെ അവൻ അറിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് അറിയുന്നില്ലെങ്കിൽ അതിനർത്ഥം അവനത് ഉദ്ദേശിച്ചിട്ടുമില്ല എന്നാണ്. ഉദ്ദേശിച്ചിട്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുകയും ചെയ്യും. കാരണം അറിയാത്തൊരു കാര്യം ഉദ്ദേശിക്കുക എന്നത് ബുദ്ധിപരമായ അസാധ്യമാണ്. അല്ലെങ്കിൽ ആ പ്രവൃത്തി ഉപേക്ഷിക്കാൻ കഴിവുള്ളവനും സ്വാതന്ത്ര്യമുള്ളവനുമായ ഒരാൾ താൻ ഉദ്ദേശിക്കാത്ത കാര്യം ചെയ്യുക എന്നതും അസാധ്യമാണ്. ജീവനുള്ള ഒരാളില്ലാതെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകുക എന്നത് അസാധ്യമായതുപോലെയും ഈ വിശേഷണങ്ങൾ അവ കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സത്തയില്ലാതെ നിലനിൽക്കുക എന്നത് അസാധ്യമായതുപോലെയുമാണിത്. അതിനാൽ ഈ പ്രപഞ്ചത്തിൽ അനുസരണയോ ധിക്കാരമോ ലാഭമോ നഷ്ടമോ അടിമയോ സ്വതന്ത്രനോ കരയോ കടലോ ഇരട്ടയോ ഒറ്റയോ പദാർത്ഥമോ അവസ്ഥയോ ആരോഗ്യമോ രോഗമോ തണുപ്പോ ചൂടോ ജീവിതമോ മരണമോ ലഭ്യമാക്കലോ നഷ്ടമാക്കലോ പകലോ രാത്രിയോ നേരം നിൽക്കുന്നതോ ചെരിഞ്ഞതോ സന്തോഷമോ സങ്കടമോ ആത്മാവോ ശരീരമോ ഇരുട്ടോ വെളിച്ചമോ ഭൂമിയോ ആകാശമോ സംയോജിപ്പിക്കലോ വേർതിരിക്കലോ കൂടുതലോ കുറവോ പ്രഭാതമോ പ്രദോഷമോ വെളുപ്പോ കറുപ്പോ ഉറക്കം മൊയ്ക്കലോ ഉറങ്ങലോ വെളിവായതോ മറഞ്ഞതോ ചലിക്കുന്നതോ നിശ്ചലമായതോ ഉണങ്ങിയതോ നനഞ്ഞതോ
തൊണ്ടോ കാമ്പോ കൂടാതെ വിപരീതങ്ങളായതോ വ്യത്യസ്തങ്ങളായതോ സമാനങ്ങളായതോ ആയ യാതൊരു കാര്യം അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഉണ്ടാവുകയില്ല. ഇതിങ്ങനെ വിശദീകരിച്ചത് ഇവിടെയുള്ള ഓരോ അണുവും അള്ളാഹ് ഉദ്ദേശിച്ചുണ്ടായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യനിവിടെ അനുസരണക്കേട് കാണിക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹ് ഉദ്ദേശിച്ചതാണ്. ഒരാളിവിടെ അനുസരണ കാണിക്കുന്നത് അള്ളാഹ് ഉദ്ദേശിച്ചാണ്. ഒരാൾ ഇവിടെ ഒരു പ്രയാസം നടക്കുന്നുണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചാണ്. ഒരു സന്തോഷം നടക്കുന്നുണ്ട് അത് അള്ളാഹ് ഉദ്ദേശിച്ചു. എല്ലാത്തിൻ്റെയും മുകളിൽ അള്ളാഹിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു പോയിട്ടുണ്ടോ മനസ്സിലാക്കണം. അവനില്ലായികയിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു കാര്യം അവൻ ഉദ്ദേശിക്കാത്തതായി എങ്ങനെ മാറും? സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്നവൻ താൻ ഉദ്ദേശിക്കാത്ത കാര്യം എങ്ങനെ ഇല്ലായികയിൽ നിന്നുണ്ടാക്കും? അവൻ്റെ കൽപ്പനയെ തടയാൻ ആർക്കും സാധ്യമല്ല. അവൻ്റെ വിധിക്ക് മാറ്റം വരുത്താനും ആർക്കുമാവില്ല. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം നൽകുന്നു. താൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവൻ അധികാരം എടുത്തു മാറ്റുകയും ചെയ്യുന്നു. താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ പ്രതാപികളാക്കുന്നു. താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നിന്ദ്യരാക്കുകയും ചെയ്യുന്നു. താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു. താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വൈപ്പിവെക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഉദ്ദേശിച്ചത് ഉണ്ടായി, അവൻ ഉദ്ദേശിക്കാതെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് എന്തൊക്കെയോ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനൊന്നുമില്ല. എന്ത് ചെയ്താലും നമ്മളൊക്കെ ചെയ്യുന്നത് അള്ളാഹു ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചെയ്യാണ്. ഇവിടെ ആരെയും നന്നാക്കാൻ നമുക്ക് കഴിയില്ല, ആരെയും മോശമാക്കാൻ കഴിയില്ല. അള്ളാഹ് ഉദ്ദേശിച്ചവർ നന്നാവും, അള്ളാഹ് ഉദ്ദേശിക്കാത്തവർ നന്നാവില്ല. നമ്മളതൊക്കെ നമ്മളോടുള്ള കടമകൾ നമ്മൾ അള്ളാഹ് കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹ് ഉദ്ദേശിക്കാത്തൊരു കാര്യം ഉദ്ദേശിക്കാൻ വേണ്ടി സൃഷ്ടികൾ മുഴുവൻ ഒന്നിച്ചു ചേർന്നാലും അവരത് ഉദ്ദേശിക്കാൻ തീരുമാനിച്ചാലും അവർക്കത് ഉദ്ദേശിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അള്ളാഹു ഉണ്ടാക്കാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവർ ഒന്നിക്കുകയും അവരത് ഉദ്ദേശിക്കുകയും ചെയ്താലും അവർക്കത് ചെയ്യാൻ കഴിയില്ല, അവർക്കതിന് സാധിക്കുകയുമില്ല. അവർക്കതിന് കഴിവ് നൽകുകയുമില്ല. അതുകൊണ്ട് കുഫറും ഈമാനും അനുസരണയും ധിക്കാരവുമെല്ലാം അവൻ്റെ ഉദ്ദേശവും വിധിയും താല്പര്യവും അനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെസ്റ്റാണ് ഉണ്ടാവുക. അള്ളാൻ അറിഞ്ഞ ആളുകൾക്ക് ഒരു റെസ്റ്റ് കിട്ടും. അവർക്കറിയാത് ഈ അള്ളാൻ അറിയാത്തവർക്ക് റെസ്റ്റ് ഇല്ലാതിരിക്കുക. കാരണം അവർക്ക് എന്തൊക്കെയോ മാറ്റണം എന്നുണ്ടാവും, ഇതൊക്കെ അങ്ങനെ ആക്കണം എന്നുണ്ടാവും. അള്ളാൻ്റെ ആരിഫീങ്ങൾക്ക് നല്ല റെസ്റ്റ് കിട്ടും. റെസ്റ്റ് എന്ന ഹൃദയത്തിന് റെസ്റ്റ് കിട്ടും എന്നർത്ഥം, അല്ലാതെ വെറുതെ അങ്ങനെ വിശ്രമിക്കുന്നവരാണെന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ല, ഹൃദയത്തിന് റെസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഹൃദയത്തിൽ ഇതിനോടൊന്നും വലിയ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല. കാരണം അവർ ഒരാളെ നന്നാക്കാനോ മോശമാക്കാനോ ഒരു ഇല്ലാത്ത കാര്യം ഉണ്ടാക്കാനോ ഉള്ള കാര്യം ഇല്ലാതാക്കാനോ ആർക്കും ഒന്നും സാധിക്കില്ല. അള്ളാഹ് ഉദ്ദേശിച്ച പോലെ ഇതൊക്കെ നടക്കുള്ളൂ എന്നുള്ള ബോധ്യം ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ പിന്നെ ടെൻഷനാ നമുക്ക്? ഒരു ടെൻഷനും ഇല്ല. ആരിഫീങ്ങൾക്ക് അതുകൊണ്ട് ഹൃദയത്തിൽ റെസ്റ്റായിരിക്കും. പക്ഷേ അവർ കർമ്മം കൊണ്ട് അധ്വാനിക്കുന്നവരായിരിക്കും, ബാഹ്യമായ ശരീരം കൊണ്ട് ഒരുപാട് ഓടി നടക്കുന്നവരായിരിക്കും, ദാവത്ത് ചെയ്യുന്നവരായിരിക്കും, പരിശ്രമിക്കുന്നവരായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അള്ളാഹു കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് മാത്രം, അല്ലാതെ അവർക്ക് അതിൻ്റെ മുകളിൽ വലിയ മാറ്റിമറിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. പ്രപഞ്ചമില്ലാതിരിക്കുന്ന അനാദികാലം മുതൽക്കേ പരിശുദ്ധനും ഉന്നതവുമായ അള്ളാഹു ഈ ഉദ്ദേശം കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടവനായിരിക്കെ തന്നെ നിലകൊള്ളുന്നു. പിന്നീട് യാതൊരു ചിന്തയോ ആലോചനയോ ഇല്ലാതെ അവൻ പ്രപഞ്ചത്തെ ഇല്ലായ്മകളിൽ നിന്നുണ്ടാക്കി. അജ്ഞത കാരണമാണ് ഒരാൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആ ചിന്തയും ആലോചനയും അവൻ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുമാകുന്നു. എന്നാൽ അള്ളാഹു അതിൽ നിന്നുള്ള എത്രയോ ഉന്നതനും പരിശുദ്ധനുമാണ്. മറിച്ച് തൻ്റെ മുൻകഴിഞ്ഞ അറിവ് അനുസരിച്ചും കാലം, സ്ഥലങ്ങൾ, നിറങ്ങൾ, സൃഷ്ടികൾ എന്നിങ്ങനെ പ്രപഞ്ചത്തെ അവൻ ഏത് രൂപത്തിലാണോ സൃഷ്ടിച്ചത് അതിന്മേൽ വിധി കൽപ്പിക്കുന്നതും അനാദിയായതുമായ ഉദ്ദേശത്തെ നിർണയമനുസരിച്ചുമാണ് അവൻ അതിൽ സൃഷ്ടിച്ചത്. അതായത് നമ്മൾ വിചാരിക്കരുത് അവൻ സൃഷ്ടിപ്പ് നടത്തിയത് കുറേ അങ്ങനെ ആലോചിച്ച് നമ്മളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുന്നത് പോലെ, നമ്മളൊരു പുസ്തകം എഴുതാൻ പോകുന്ന പോലെ കുറേ ചിന്തിച്ച് മനസ്സിലാക്കി ഇനി ഇതൊക്കെ ചെയ്യാലേ, ഇനി അത് ചെയ്യാലേ എന്നൊക്കെ വിചാരിച്ച് ചെയ്തതല്ല ഒരു കാര്യവും. അവൻ്റെ ഉദ്ദേശം ചിന്തക്കൊന്നും ആവശ്യമില്ല ഈ സൃഷ്ടിപ്പ് നടത്താൻ വേണ്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥത്തിൽ അവനല്ലാതെ ഉദ്ദേശിക്കുന്ന മറ്റാരുമില്ല. കാരണം പരിശുദ്ധനായ അവൻ തന്നെയാണല്ലോ പ്രകാരം പറഞ്ഞത്, അള്ളാഹു ഉദ്ദേശിക്കുന്നു എങ്കിലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവൻ ഉദ്ദേശിച്ചിട്ടാണെന്നർത്ഥം. അവൻ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങളെ കുറ്റമറ്റതാക്കുകയും അവൻ ഉദ്ദേശിച്ചുകൊണ്ട് പ്രത്യേകമാക്കുകയും അവൻ കണക്കാക്കിക്കൊണ്ട് സൃഷ്ടിക്കുകയും ചെയ്തതുപോലെ തന്നെ ജാലങ്ങളിൽ ചലിക്കുന്നതോ നിശ്ചലമായതോ സംസാരിക്കുന്നതോ ആയ സകലതിനെയും അവൻ കേൾക്കുകയും കാണുകയും ചെയ്തു. അത് താഴെയുള്ള ലോകത്തായാലും മുകളിലുള്ള ലോകത്തായാലും ശരി, അകലങ്ങൾ അവൻ്റെ കേൾവിയെ മറയ്ക്കുന്നില്ല. കുറേ ദൂരെയെന്ന് വിചാരിച്ചാൽ അവൻ കേൾക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. അതിനാൽ അവൻ ഏറ്റവും അടുത്തവനുമാണ്. സാമീപ്യം അവൻ്റെ കാഴ്ചയെ മറക്കുകയുമില്ല. കുറേ അടുത്താന്ന് വെച്ചാൽ അവൻ കാണാതിരിക്കുകയില്ല. കാരണം അതിനാൽ അവൻ അകലെയുമാണ്. അവൻ അടുത്തിട്ടുമാണ് അകലെയുമാണ്.
മനസ്സിൻ്റെ സംസാരവും സ്പർശിക്കുമ്പോഴുണ്ടാകുന്ന വളരെ നേർത്ത ശബ്ദം പോലും അവൻ കേൾക്കുന്നു. പരിശുദ്ധനായ അവൻ കൂരിരുട്ടിലെ കറുപ്പും. എന്നാൽ കൂരിരുട്ടിൻ്റെ കറുപ്പ് ആലോചിച്ച് നോക്കൂ. കൂരിരുട്ടിലെ കറുപ്പും വെള്ളത്തിനുള്ളിലെ വെള്ളവും കാണുന്നു. വസ്തുക്കൾ കൂടിച്ചേരുന്നത് അവന് മറയാകുകയില്ല. ഇരുട്ടുകളോ വെളിച്ചമോ അവനെ മറക്കുകയില്ല. അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. പരിശുദ്ധനായ അള്ളാഹു സംസാരിച്ചു. മുൻപുണ്ടായ ഒരു മൗനത്തിന് ശേഷമോ അല്ലെങ്കിൽ സങ്കല്പിക്കപ്പെടുന്ന ഒരു നിശബ്ദതയ്ക്ക് ശേഷമോ അല്ല അവൻ സംസാരിച്ചത്. അപ്പം അവൻ്റെ സംസാരം എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സംസാരിക്കണ പോലെ നേരത്തെ മൗനമായിരുന്നു ഇപ്പം സംസാരിച്ചു എന്ന രൂപത്തിലുള്ള സംസാരമല്ല. അവൻ അസാധ്യമാണ്. ഇപ്പം നമ്മൾ അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നേരത്തെ മുണ്ടാതിരിക്കുകയായിരുന്നു ഇപ്പം സംസാരിച്ചു എന്ന് മനസ്സിലാക്കരുത്. അങ്ങനെയല്ല അതിൻ്റെ വിശ്വാസം. ഇതൊക്കെ നമ്മൾ മദ്രസ പഠിച്ചാണ്. അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. മറിച്ച് അവൻ്റെ അറിവ്, ഉദ്ദേശം, കഴിവ് തുടങ്ങിയ മറ്റു ഗുണങ്ങളെപ്പോലെ തന്നെ അനാദിയായ സംസാരം കൊണ്ടാണ് അവൻ സംസാരിച്ചത്. അവൻ്റെ സംസാരം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള സംസാരം. അപ്പോൾ ഏത് സംസാരം? ആ സംസാരം കൊണ്ടാണ് അവൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സംസാരിച്ചത്. യാതൊരു സാദൃശ്യപ്പെടുത്തലോ രൂപം നൽകലോ ഇല്ലാതെ അവനതിനെ തൻജീൽ, സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ, ഫുർഖാൻ എന്നിങ്ങനെ നാമകരണം ചെയ്തു. അപ്പോൾ അവൻ സംസാരിച്ച കിതാബുകളെ അവൻ തൻജീൽ, സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ, ഖുർആൻ എന്നൊക്കെ നാമകരണം ചെയ്തു. പക്ഷേ ആ സംസാരത്തിന് എന്തില്ല? മുമ്പുള്ളൊരു മൗനമില്ലാത്ത സംസാരമാണത്. അതിനാൽ പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ സംസാരം അണ്ണാക്കോ നാവോ കൊണ്ടല്ല. നമ്മൾ സംസാരിക്കണ പോലത്തെ അണ്ണാക്ക് കൊണ്ട് നാവ് കൊണ്ട് സംസാരിക്കുന്നതല്ല. അവൻ്റെ കേൾവി കർണപുടങ്ങളോ ചെവികളോ കൊണ്ടല്ലാത്തതുപോലെ തന്നെ, അവൻ കേൾക്കുന്നത് നമ്മളെ ചെവി കൊണ്ടല്ലാത്തതുപോലെ തന്നെ, അവൻ്റെ കാഴ്ച കൃഷ്ണമണിയോ കൺപോളയോ കൊണ്ടല്ലാത്തതുപോലെ തന്നെ, അവൻ്റെ ഉദ്ദേശം കൽബോ മനസ്സോ കൊണ്ടല്ലാത്തതുപോലെ തന്നെ, അവൻ്റെ അറിവ് നിർബന്ധിതാവസ്ഥയിലോ തെളിവുകളിലേക്ക് നോക്കിയതോ ഉണ്ടായതല്ലാത്തതുപോലെ തന്നെ, അവൻ്റെ ജീവൻ മൂലകങ്ങളുടെ സമ്മിശ്രണത്തിൽ നിന്നുണ്ടാവുന്ന ഹൃദയ അറകളിലെ ആവി കൊണ്ടല്ലാത്തതുപോലെ തന്നെ, അവൻ്റെ സത്ത ഏറ്റക്കുറച്ചിലുകൾ സ്വീകരിക്കാത്തതുപോലെ തന്നെ. അതിനാൽ അവൻ എത്ര പരിശുദ്ധൻ! അകലെയാണെങ്കിലും അവൻ അടുത്തുള്ളവനാണ്. വലിയ അധികാരമുള്ളവനും ദയവ് വ്യാപകമായവനുമാണ്. അതിമഹത്തായ അനുഗ്രഹങ്ങൾ നൽകിയവനുമാണ് അവൻ. അവനല്ലാതെ സകലതും അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അവയുടെ അസ്തിത്വം അവൻ്റെ ഔദാര്യമാണ്. അവക്ക് വിശാലത നൽകുന്നതും പിടിച്ചുവെക്കുന്നതും അവൻ്റെ നീതിയിൽ അധിഷ്ഠിതവും ആയിരിക്കുന്നു. പ്രപഞ്ചത്തെ ഇല്ലായ്കയിൽ നിന്നുണ്ടാക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്ത സമയത്ത് അവൻ അതിനെ നിർമ്മാണം പൂർണ്ണമാക്കുകയും അതിനെ പുതുതായി സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യത്തിന് അവന് യാതൊരു പങ്കുകാരനുമില്ല. അതിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവനോടൊപ്പം മറ്റാരുമില്ല. അവൻ അനുഗ്രഹങ്ങൾ നൽകുന്നുവെങ്കിൽ അത് അവൻ്റെ ഔദാര്യമാണ്. അവൻ പരീക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് അവൻ്റെ നീതിയുമാണ്. മറ്റൊരാളുടെ ഉടമസ്ഥയിലുള്ള കാര്യത്തിലല്ല അവൻ ഇടപെടുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവൻ അനീതി ആരോപിക്കപ്പെടുമായിരുന്നു. മറ്റൊരാളുടെ വിധി അവനുമേൽ വരികയുമില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതുമൂലം അവൻ പരിഭ്രാന്തപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവൻ്റെ അധികാരത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവൻ്റെ മുകളിൽ വേറൊരു അധികാരിയില്ല. അവനല്ലാതെ സകലതും അവൻ്റെ സർവാധികാരത്തിന് കീഴാവുന്നു. അവൻ്റെ ഉദ്ദേശവും കൽപ്പനയും അനുസരിച്ചാണ് അവ പ്രവർത്തിക്കുന്നത്. ബാധ്യതകൾ നൽകപ്പെട്ടവരുടെ മനസ്സുകൾക്ക് ഭക്തിയും തെറ്റുകൾ തോന്നിപ്പിച്ചു കൊടുക്കുന്നതും എല്ലാം അവനാണ്. ഇവിടെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ, അതായത് പരലോകത്തും താൻ ഉദ്ദേശിക്കുന്നവരുടെ തിന്മകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവനും അവനാകുന്നു. അവൻ്റെ നീതി അവൻ്റെ ഔദാര്യത്തിന്മേൽ വിധി കൽപ്പിക്കുകയില്ല. അവൻ്റെ ഔദാര്യം അവൻ്റെ നീതിക്ക് മേലും വിധി കൽപ്പിക്കുകയില്ല. ഒരാൾ അള്ളാഹു നീതി നടപ്പിലാക്കിയോണ്ട് ഔദാര്യം അതിൻ്റെ മുകളിൽ കയറി ഇടപെടില്ല. അള്ളാഹു ഔദാര്യം കാണിച്ചതുകൊണ്ട് എന്താ ഔദാര്യം കാണിച്ച നീതി കാണിക്കേണ്ടേ എന്ന് ചോദിക്കുകയുമില്ല. അവൻ പ്രപഞ്ചത്തിന് 2 വിഭാഗങ്ങളായി പുറത്തെടുക്കുകയും അവർക്കായി 2 വാസസ്ഥലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇക്കൂട്ടർ സ്വർഗത്തിലുള്ളവരാണ്, എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇക്കൂട്ടർ നരകത്തിലുള്ളവരാണ്, എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും നരകത്തിലിട്ടുകൊണ്ട് അള്ളാഹ്ക്ക് എന്തോ സങ്കടമുണ്ട് നമ്മൾ വിചാരിച്ചു പോരുത്. ഭൂമിയിലെ ആൾക്കാർ മുഴുവൻ സ്വർഗത്തിലെത്തിയുകൊണ്ട് അള്ളാഹ്ക്ക് എന്തോ സന്തോഷമുണ്ടെന്നോ അതും വിചാരിച്ചു പോരുത്. അള്ളാഹ്ക്ക് അതിലൊന്നൊരു ബന്ധമില്ല. അള്ളാഹിൻ്റെ ദാത്തിയായി അതുകൊണ്ടൊന്നും അള്ളാഹ്ക്ക് ബന്ധമില്ല. ഇവിടെ ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ അവനല്ലാത്ത മറ്റാരും ഉണ്ടായിരുന്നില്ല. അതിനാൽ എല്ലാം അവൻ്റെ നാമങ്ങളുടെ കീഴിലായിരിക്കുന്നു. എല്ലാം ഈ അള്ളാഹുവിൻ്റെ ഈ നരകമാവട്ടെ സ്വർഗമാവട്ടെ ഇതൊക്കെ അള്ളാഹിൻ്റെ പേരുകളുടെ തജല്ലികളുണ്ട് ഉണ്ടായതാണ്. അള്ളാഹിൻ്റെ ജമാലും ജലാലുമായ പേരുകളുടെ തജല്ലികൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ഒരു കൂട്ടർ അവൻ്റെ പരീക്ഷണങ്ങളുടെ നാമങ്ങൾക്ക് കീഴിലായി, ഒരു കൂട്ടർ അവൻ്റെ അനുഗ്രഹങ്ങളുടെ നാമങ്ങൾക്ക് കീഴിലായി. എത്രയേ ഉള്ളൂ. ഒരു കൂട്ടർ അള്ളാഹുവിൻ്റെ ജമാലിയായ വെളിപാടുകൾക്ക് പാത്രമായി, ഒരു കൂട്ടർ അള്ളാഹുവിൻ്റെ ജലാലിയായ വെളിപാടുകൾക്ക് പാത്രമായി. അല്ലാതെ വേറൊന്നും ഇവിടെ മാറിയിട്ടില്ല.
ലോകം മുഴുവൻ ഭാഗ്യവാന്മാരായി തീരാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു. അല്ലെങ്കിൽ മുഴുവൻ ആകാനാണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ അതിനൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇവിടെയുള്ള മുഴുവൻ ആളുകളും അള്ളാഹു മോശപ്പെട്ടവരാക്കി അള്ളാഹു പടച്ചു എന്ന് കരുതുക. അതുകൊണ്ട് അള്ളാഹ്ക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ഇവിടെയുള്ള മുഴുവൻ ആളുകളും അള്ളാഹിനെ ആരാധിക്കുന്ന അവസ്ഥയിൽ അള്ളാഹ് പടച്ചു എന്ന് കരുതുക. എന്നാൽ അള്ളാഹുവിന് മെച്ചവും കിട്ടാനുമില്ല. എന്നാൽ പരിശുദ്ധനായ അവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് പോലെയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇവിടെയും മടക്കത്തിൻ്റെ നാളിലും, അതായത് പരലോകത്തും, അവരിൽ ഭാഗ്യവാന്മാരുണ്ട്, നിർഭാഗ്യന്മാരുണ്ട്. അവൻ വിധി കൽപ്പിച്ച കാര്യത്തെ മാറ്റുക എന്നത് അസാധ്യമാണ്. അള്ളാഹു പറഞ്ഞു, അതായത് നിസ്കാരങ്ങൾ 5 എന്നാൽ അവ 50. ഇത് ഇസ്രാ മിറാജിൻ്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 50 വക്ത് നിസ്കാരത്തിന് പോയപ്പോൾ അത് 5 ചുരുക്കിയല്ലോ. ആ ചുരുക്കിയ സമയത്ത് അവിടെ അള്ളാഹു പറഞ്ഞതാണ്, ഇത് 5 പക്ഷേ 50 സ്ഥാനത്താണെന്ന്. എൻ്റെ അടുക്കൽ വാക്ക് മാറ്റപ്പെടുകയില്ല. ഞാൻ അടിമകളോട് ഒട്ടും അനീതി കാണിക്കുന്നവനുമല്ല. എൻ്റെ സാമ്രാജ്യത്തിൽ ഞാൻ ഇടപെടുന്നത് കാരണവും എൻ്റെ സാമ്രാജ്യത്തിൽ എൻ്റെ ഉദ്ദേശം ഞാൻ നടപ്പിലാക്കുന്ന കാരണവുമാണിത്. അത് അവൻ്റെ ഉദ്ദേശം മാത്രമേ അവിടെയൊക്കെ നടപ്പിലാക്കൂ. അവൻ മാത്രമേ അധിപനായിട്ടുള്ളൂ ഈ കാര്യങ്ങൾക്കൊക്കെ. അതുകൊണ്ട് ആർക്കും അതിനോട് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഉൾക്കാഴ്ചകൾക്ക് കാണാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണിത്. ചിന്തകൾക്കും ഹൃദയങ്ങൾക്കും അത് കണ്ടെത്താൻ കഴിയില്ല. ദൈവികമായ ഒരു ദാനം കൊണ്ടും പരമകാരുകനിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ടുമല്ലാതെ, അതായത് തൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹു പ്രത്യേകം പരിഗണിച്ചവരും അവൻ്റെ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വെച്ച് ആർക്കാണ് ആ ഭാഗ്യം മുൻകൂട്ടി ലഭിച്ചത് അവർക്ക് മാത്രം. അതായത് അള്ളാഹിൻ്റെ ആരിഫീങ്ങൾക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. എല്ലാത്തവർക്കൊന്നും മനസ്സിലാവില്ല. അള്ളാഹ് ഉദ്ദേശിക്കാത്തൊരു മനുഷ്യൻ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഉലൂഹിയത്താണ് ഈ വിഭജനം നൽകിയതെന്ന് അവനെ അറിയിക്കപ്പെട്ടപ്പോൾ അവൻ അറിഞ്ഞു. അത് അനാദിയായവൻ്റെ സൂക്ഷ്മമായ രഹസ്യങ്ങളിൽപ്പെട്ടതാണെന്ന്. അതുകൊണ്ട് താനല്ലാതെ പ്രവർത്തിക്കുന്നവനായി മറ്റാരുമില്ലാത്തവൻ എത്ര പരിശുദ്ധൻ. തൻ്റെ സത്തയാൽ തന്നെ നിലനിൽക്കുന്നവനായി അവനല്ലാതെ മറ്റാരുമില്ല. അള്ളാഹുവാണ് നിങ്ങളെ പ്രവർത്തിച്ചവയും സൃഷ്ടിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ ഈമാൻ എങ്ങനെ ഈമാൻ ഉണ്ടാവേണ്ടത് നമ്മളെ പഠിച്ചത് മാത്രമാണ് അള്ളാഹ് എന്നല്ല. വല്ലാഹു ഖലഖക്കും വമാ തഅലമൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനത്തെയും സൃഷ്ടിച്ച അള്ളാഹ് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ ചെയ്യുന്നതിനെക്കുറിച്ച് അവൻ ചോദിക്കപ്പെടുകയില്ല. എന്നാൽ അവൻ ചോദിക്കപ്പെടുന്നതാണ്. അതായത് അവൻ ചെയ്യുന്നതിനെ പറ്റി ചോദിക്കാൻ പറ്റില്ല. എന്നാൽ അവൻ നിങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. അവർ ചോദിക്കപ്പെടുന്നതാണ്. മറ്റുള്ളവരൊക്കെ ചോദിക്കപ്പെടും. അവനോട് ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. പറയുക, അതിനാൽ പൂർണ്ണനായ തെളിവ് അള്ളാഹുവിനാകുന്നു. അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളെ മുഴുവൻ അവൻ നേർവയിലാക്കുമായിരുന്നു. അത് അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല, അത് മാത്രം. അതുകൊണ്ട് ഈ സാക്ഷ്യം എല്ലാ സൃഷ്ടികളുടെയും അടുക്കലുള്ള ഒരു അമാനത്താണ്. അതിനെക്കുറിച്ച് അവരോട് ചോദിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അവനോടത് ആവശ്യപ്പെടുമ്പോഴോ അവൻ എനിക്കായി അത് നിറവേറ്റുന്നു. അതിനാൽ ആരിഫീങ്ങൾ അള്ളാഹു അല്ലാത്ത സകലതിനെയും ഉൾക്കൊള്ളുന്ന ലോകത്തിൻ്റെ ഗോളത്തെ ഒരു മുട്ട പോലെ നേരിട്ട് കാണുന്നു. അപ്പോൾ ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം അല്ലല്ലാത്ത എല്ലാം ഒരു കോഴിമുട്ടനെ പോലെ ഉണ്ടാവും. ആ കോഴിമുട്ടനെ വിശദീകരിക്കുന്നുണ്ട് ശേഖവർകൾ. ഒരു കോഴിമുട്ടനെ പോലെ അവർ കാണാം. അല്ലല്ലാത്ത എല്ലാം സാമ്രാജ്യത്തിൻ്റെ വിശാലത പരിഗണിക്കുമ്പോൾ അത് വലിയതാണ്. അതായത് ആ കോഴിമുട്ട എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പ്രതിയുള്ള അധികാരത്തെ നോക്കുമ്പോൾ അത് വലിയതാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. എന്നാൽ യഥാർത്ഥ ഉടമസ്ഥനെ ഹക്കിനെ പരിഗണിക്കുമ്പോൾ അത് വളരെ ചെറുതുമാണ്. ഹക്കിനെ നോക്കുമ്പോൾ ആ കോഴിമുട്ട ചെറുതാണ്. അതുകൊണ്ട് ഇഹലോകത്തെയും പരലോകത്തെയും ലോകങ്ങളിൽ നിന്ന് സൃഷ്ടി എന്ന് വിളിക്കപ്പെടുന്നവയെല്ലാം നാം അറിഞ്ഞവയും മതനിയമങ്ങളുടെ സൂചനകളിലൂടെ അല്ലാതെ നാം അറിയാത്തവുമായ കാര്യങ്ങളിൽ നിന്ന് അദൃശ്യലോകം, ദൃശ്യലോകം, സാങ്കല്പിക ലോകം എന്നിവയെല്ലാം, അതുപോലെ യഥാർത്ഥ രാജാവായ അള്ളാഹു അല്ലാത്ത സകലതും ആ മുട്ടത്തൊണ്ടിന് താഴെ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇഹലോകത്തും പരലോകത്തും, ഈ ലോകം തന്നെ എത്ര ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ശാസ്ത്രജ്ഞന്മാർ ഇവിടെ കണ്ടുപിടിച്ച് അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയ ഗാലക്സികൾ മുഴുവനും ആകാശങ്ങൾ മുഴുവൻ യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ സൃഷ്ടിയിൽ ഒന്നാം ആകാശത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. അങ്ങനെ ആകാശങ്ങൾ അള്ളാഹു പടച്ചിട്ടുണ്ട്. അത് ഇഹലോകമാണ്. പിന്നെ പരലോകം വേറെ ഉണ്ട്. ഈ ലോകങ്ങൾ മുഴുവനും നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാ കാര്യങ്ങളും, ദീനിലൂടെ സൂചന നൽകിയതും സൂചന നൽകാത്തതുമായതും, ദൃശ്യവും അദൃശ്യവുമായ കാര്യവും, സാങ്കല്പിക ലോകവും എല്ലാം ഈ കോഴിമുട്ടൻ്റെ ഉള്ളിൽ വരുന്നതാണ് ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒരു കൂജ വെള്ളത്തെ ഉൾക്കൊള്ളുന്നത് പോലെ അത് അവയെ ഉൾക്കൊള്ളുന്നു. കാലങ്ങളോ സ്ഥലങ്ങളോ സംഭവങ്ങളോ മുഴുവനായും ഒറ്റപ്പെട്ടതോ വേറിട്ട് നിൽക്കുന്നതോ ആയ യാതൊന്നും തന്നെ അതിൽ നിന്ന് പുറത്തു പോകില്ല. അതിൻ്റെ ഒറ്റ നടുവിലാണ് അർശും ഉള്ളിലുള്ളതും. അപ്പോൾ ആ ഒരു കോഴിമുട്ടൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ അർശുണ്ട്.
അപ്പോൾ ഇത് ആരിഫീങ്ങളെ സംബന്ധിച്ച് അത് മനസ്സിലാവും എന്താണ് അള്ളാൻ്റെ അർശെന്ന്. ആ അർശും അതിനുള്ളിലൊക്കെ അതിലുണ്ടാവുക. എല്ലാ മലക്കുകളും നബിമാരും വലിയകളും ബുദ്ധിയും ചിന്തകളും എല്ലാം ഉള്ളത് അതിൻ്റെ ഉള്ളിലായിരിക്കും. അതിനാൽ ചിന്തകൾ മുഴുവൻ പുതുതായി ഉണ്ടായവയുടെ അറിവുകളും എല്ലാം അതിനുള്ളിലുള്ളത്. ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാകുന്ന സകലതും നിങ്ങൾക്കറിയാവുന്ന ഒരു പരിധിയിൽ പരിമിതപ്പെടുന്നവയും നിങ്ങൾക്കറിയാത്ത ഒരു സ്വതന്ത്രമാക്കപ്പെടുന്നവയും നിങ്ങൾക്കറിയാവുന്ന ഒരു ചേർച്ചയാൽ ചേർന്നവയും നിങ്ങൾക്കറിയാവുന്ന ഒരു വേർപിരിയലാൽ വേർപിരിയുന്നതും അതിലുണ്ട്. അതിലെല്ലാ കാര്യങ്ങളുണ്ടെന്നർത്ഥം. ചിന്തകൾ ചുറ്റിച്ചിരിയുന്നതും സങ്കല്പിക്കുന്നവർ സങ്കല്പിക്കുന്നതും അറിയുന്നവർ ഊഹിക്കുന്നതും സംശയിക്കുന്നതുമായ സകല കാര്യങ്ങളും ആ മുട്ടയുടെ നടുവിലാകുന്നു. കനവും കനം കുറവും അകലവും സാമീപ്യവും ഒക്കെ അതിനുള്ളിലുണ്ട്. അപ്പോൾ ആരിഫ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരിഫ്യങ്ങൾക്ക് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോയമുട്ട പോലെയാണ്. അതിലാണ് അള്ളാൻ്റെ അർശം ഇതിനുള്ള എല്ലാം. അതിൻ്റെ അർശ അതിൻ്റെ സെൻറ്ററിലാണ് കിടക്കുന്നത്. അതിനുള്ളിലുള്ള എല്ലാം ഈ നബിമാരും ഔലിയാക്കന്മാരും ഇവിടെ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലാണ്. ആ തൊണ്ടിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ഉൾക്കൊള്ളുന്ന ഒരു തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ട് എന്താണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവില്ല. അതിലെത്തിച്ചേരുക എന്നതോ അതിൽ പ്രവേശിക്കുക എന്നതോ അതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നതോ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ തൊണ്ടെന്താണെന്ന് മനസ്സിലായാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുമോ, പുറത്ത് കിടക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. സയ്യിദ്നാ ഇസ്രാഫീൽ അലി ഇസ്ലാമിനെ പോലെ വലിയ വലിയ ആരിഫീങ്ങൾക്കോ അദ്ദേഹത്തിന് താഴെയുള്ള മലക്കുകൾക്കോ അതിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കാൻ പോലും പറ്റില്ല. പിന്നെയല്ല അതിലേക്ക് കയറുന്നത്, അതിനെ അറിയുന്നത്. കാരണം അത് സകല സൃഷ്ടികളെയും അശക്തരാക്കുന്ന ഒരു സൃഷ്ടിയാണ്. കാരണം അത് സൃഷ്ടിയുടെ മൊത്തം സത്തയാണ്. അപ്പോൾ ആരിഫീങ്ങൾക്ക് ഇത് പറഞ്ഞ കാര്യം മനസ്സിലാവും. ഈ പ്രപഞ്ചം മുഴുവൻ ഒറ്റ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സകലതിനെയും അത് അടക്കി ഭരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ മുട്ടയുടെ നടുവിലായി നീ അറിഞ്ഞ നിൻ്റെ തെളിവ് നൽകപ്പെടുന്ന കാര്യങ്ങളും അവ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരിക്കുന്നവയാണ്. അവ പൂർണ്ണമായും അവനിലേക്ക് ആവശ്യമുള്ളവയും പൂർണ്ണമായി അവനിലേക്ക് ഇരിക്കുന്നവയും പൂർണ്ണമായി വിനയാന്വിതമായിരിക്കുന്നവയും പൂർണ്ണമായി ഭയന്ന് വിറക്കുന്നവയും പൂർണ്ണമായി ആരാധിക്കുന്നവയുമാണ്. അപ്പോൾ ആ കോഴിമുട്ടൻ്റെ ഉള്ളിലുള്ള സൃഷ്ടിയാവുന്ന മുട്ടൻ്റെ ഉള്ളിലുള്ള എല്ലാം അള്ളാഹനെ ആരാധിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട അള്ളാഹനെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് മാത്രമേ അള്ളാഹനെ ആരാധിക്കുന്നുള്ളൂ. അള്ളാഹനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന ആരൊക്കെയോ അവരൊക്കെ അള്ളാഹനെ ആരാധിക്കുന്നുണ്ട്. അള്ളാഹനെ ആരാധിക്കുന്നില്ല എന്ന് പറയുന്നവർ ആരാധിക്കുന്നുണ്ട്. അള്ളാഹനെ ഇല്ല എന്ന് പറയുന്നവരും അള്ളാഹനെ ആരാധിക്കുന്നുണ്ട്. ആർക്കും അള്ളാഹൻ്റെ ആരാധനയെ തൊട്ടൊന്നും ഒഴിവാകാൻ പറ്റില്ല. അള്ളാഹൻ്റെ ഉദ്ദേശത്തിൽ നിന്നാണ് എല്ലാവരും ഉണ്ടായത്. ഇതാണ് ആരിഫീങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായൊരു ശാന്തത, ഹൃദയത്തിൻ്റെ ഒരു ശാന്തത അവരെ പിടികൂടും. കാരണം അവ റബ്ബിൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായി നിലനിർത്തുന്നവയും റുബൂബിയത്തിൻ്റെ പൂർണ്ണമായി ബന്ധിപ്പിക്കപ്പെട്ടവയുമാണ്. അതൊന്നും നമ്മൾ വിചാരിക്കേണ്ട ഇവിടെയുള്ള ആളുകൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേദനിക്കുകയാണെന്നോ അങ്ങനൊന്നുമില്ല. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, എന്തൊക്കെ നന്മകൾ ചെയ്യുന്നുണ്ടോ, അതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ചെയ്യുക. അതിനൊന്നും അത് ബന്ധം വെക്കുന്ന തന്നെയല്ല. അതൊന്നും അള്ളാഹുവിനെ തൊട്ടൊന്നും മാറ്റം വരുത്തുന്നില്ല. അത് അള്ളാഹ് ഉദ്ദേശിച്ചതാണ് ഇതൊക്കെ നടക്കണമെന്ന്. യഥാർത്ഥത്തിൽ ആ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ വരെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്. അവരുടെ വേരുകളിൽ നിന്ന് അടിസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഒരു അണു പോലും തങ്ങളുടെ റബ്ബിനെ ആരാധിക്കാത്തതില്ല. അവരെന്ത് തന്നെ ചെയ്താലും അവരൊരു അണു പോലും ശരീരത്തിലൊരു അണു പോലും അള്ളാഹുവിനെ ആരാധിക്കാത്തതില്ല. രാജാവിൻ്റെ അതായത് അള്ളാഹുവിൻ്റെ പിടിയിൽ ആ മുട്ട നിസാരമാണ്. എന്നാൽ ഉലൂഹിയത്തിൻ്റെ പരിസരങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അത് പ്രതാപമുള്ളതുമാണ്. അപ്പോൾ ആ ഒരു കോഴിമുട്ട എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി മൊത്തം ഒരു മുട്ടയാണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോയിൻ്റാന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ ആ പോയിൻ്റ് അള്ളാഹു ഉലൂഹിയത്തിനെ ബന്ധപ്പെടുമ്പോൾ അതെന്താണ്, അത് പ്രതാപമുള്ളതാണ്. കാരണം അത് ഇലാഹിൻ്റെ തജല്ലി വെളിവായ ഒരിടാണല്ലോ എന്ന അടിസ്ഥാനത്തിൽ. എന്നാൽ രാജാവിൻ്റെ കൈപ്പിടിയിലാണെന്നുള്ള അർത്ഥത്തിൽ അത് നിസാരമായതുമാണ്. എന്നാൽ ഉലൂഹിയത്തിൻ്റെ പരിസരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് അത് പ്രധാനമുള്ളതാണ്. അവൻ അതിനെ സൃഷ്ടിക്കുകയും ഇല്ലായികയിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്ത ദിവസം മുതൽ അവസാനമില്ലാത്ത അനുശ്ചിതമായവരെ അതാണ് അതിൻ്റെ അവസ്ഥ. പദാർത്ഥങ്ങളുടെ കനവും അവസ്ഥകളുടെ കനക്കുറവും ആയ ബുദ്ധികൾക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ബുദ്ധിയുടെ പരിധിയിൽ മാത്രമുള്ളതാണ്, മറ്റൊന്നുമല്ല. അതിനെ ഉണ്ടാക്കിയവനെ പരിഗണിക്കുമ്പോൾ ആ മുട്ട യാതൊരു നിലനിൽപ്പുമില്ലാതെ വെറും ഒരു പൊടിപടലം മാത്രമാണ്. ഹക്കിനെ സംബന്ധിച്ചിടത്തോളം ആ മുട്ട, ആ സൃഷ്ടിയാവുന്ന മുട്ട എന്ന് പറഞ്ഞാൽ പൊടിപടലം മാത്രമാണ്. അതിനൊന്നും വിലയൊന്നുമില്ല. അതിന് കനവുമില്ല, കനം കുറവുമില്ല. അവൻ തൻ്റെ സത്തയാൽ വെളിപ്പെടുമ്പോൾ അന്യമായതും അന്യതയും ഇല്ലാതെയാവുന്നു. അവിടെ ഹക്ക് വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ സൃഷ്ടി തന്നെയല്ല. അവിടെ നമ്മൾ മറ്റൊന്നും തന്നെ സാധനമില്ല, മറ്റൊന്നാവുന്നൊരവസ്ഥയുമില്ല. അതിനാൽ അവൻ സൃഷ്ടികളാൽ മറക്കപ്പെടുന്നവനല്ല.
അവയിൽ നിന്നെല്ലാം അവൻ എത്രയോ ഉന്നതനായിരിക്കുന്നു. പുതുതായി ഉണ്ടാവിയുടെ ഗോളത്തിൽ നീ അറിയുന്ന കാര്യങ്ങൾക്കുള്ള ഉദാഹരണം വെയിലത്ത് സൂര്യന് നടുവിലൂടെ നടക്കുന്ന ഒരാളുടെ നിഴൽ പോലെയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആ മുട്ടയാണ് ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞല്ല. ആ മുട്ടയിൽ നിന്ന് നീ അറിയുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അത് ഏതുപോലെയാണ്? വെയിലത്തൊരു മനുഷ്യൻ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിഴൽ നീ അറിയുന്ന പോലെയാണ്. നിഴൽ സൂര്യപ്രകാശത്തെ തടയുന്നില്ല എന്നതും സൂര്യൻ നിഴലിനെ തടയുന്നില്ല എന്നതും യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഉദാഹരണത്തിന് സൂര്യപ്രകാശം പൂർണ്ണമായും സ്വതന്ത്രമാണ്, എന്നാൽ നിഴൽ അതിനെ തന്നെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതിനൊരു സാങ്കല്പിക രൂപമുണ്ട്. അത് ഇരുട്ടുമല്ല വെളിച്ചവുമല്ല, സൂര്യനുമായി കൂടിച്ചേരുന്നതുമല്ല, അതിൽ നിന്ന് വേർപിരിഞ്ഞതുമല്ല, നേർക്കുനേർ നിൽക്കുന്നതുമല്ല, അകലെയുമല്ല, അടുത്തുമല്ല അകലെയുമല്ല. സൂര്യനും അങ്ങനെ തന്നെ. അതിനാൽ നിഴൽ വെറും ഒരു സങ്കല്പം മാത്രമാണ്. നടന്നു പോകുന്ന ആളെക്കുറിച്ച് അറിയുക എന്നതല്ലാതെ അതിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല. അതും സൂര്യൻ്റെ വെളിച്ചവും കാരണമാണ്. ഒരു തെളിവില്ലാതെ അതിൽ മറ്റൊന്നും വ്യക്തമാവുകയില്ല. സൂര്യൻ്റെ സാന്നിധ്യത്തിൽ അത് ഇല്ലാതാകുന്നതുമാണ്. സൂര്യൻ സർവാധികാരം ഉള്ളതാണ്. അതിൻ്റെ പ്രകാശം നിഴൽ കാരണം തടസ്സപ്പെടുന്നില്ല. കടന്നു പോകുന്ന ആൾ മാറുമ്പോൾ സൂര്യൻ പ്രകാശിച്ചു നിൽക്കെ തന്നെ അയാളുടെ ആ സാങ്കല്പിക രൂപവും അയാളോടൊപ്പം മാറുന്നു. നടന്നു പോകുന്ന വ്യക്തിയെക്കുറിച്ച് ആ തെളിവ് അയാൾ നിൽക്കുന്നതോ നടക്കുന്നതോ ആയ സ്ഥലത്ത് മാത്രമാണ് വ്യക്തമാകുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ ബുദ്ധിക്ക് അതീതമായതും വളരെ ഉന്നതമായതുമാണ്. അവ ഒരു സാധാരണ പതിവിന് വിപരീതമോ അല്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സൃഷ്ടിയിൽ നിന്ന് നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ നിഴലിനോട് ശേഖവറുകളെ ഉപമിക്കുകയാണ്. അപ്പോൾ നിഴൽ ഹക്കിനോട് സൂര്യനോട് ഒരുമിച്ചാണോ? അല്ല. എന്നാൽ വേർവിട്ടിട്ടാണോ? അല്ല. സൂര്യൻ ഉണ്ടായതുകൊണ്ടല്ല നിഴലുണ്ടായത്? അതെ. എന്നാൽ സൂര്യനോട് ബന്ധപ്പെട്ട് കിടക്കണതാണോ നിഴൽ? അല്ല. എങ്ങനെ ഒരു സാങ്കല്പികമായി സൃഷ്ടിയിൽ നിന്നുള്ള അറിവിനെ ഒരു ഉദാഹരണത്തിലൂടെ മഹാനുകൾ പറയുകയാണ്. എന്നാൽ നിഴലിന് അടുപ്പുണ്ടോ വെച്ചാൽ അടുപ്പല്ല, അകലെയാണോ വെച്ചാൽ അകലെയല്ല. എന്നാൽ നിഴൽ സൂര്യനെ കൊണ്ടുണ്ടായതല്ലേ? ആണ്. എന്നാൽ സൂര്യൻ്റെ ഭാഗമാണോ? അല്ല. അപ്പോൾ ആ ഒരു ഉപമ ഇതിലേക്കും ബാധകമാണ്. ഈ സൃഷ്ടിൻ്റെ മൊത്തം അറിവുമായി ബന്ധപ്പെട്ട് അത് ബാധകമാണെന്ന് പറഞ്ഞത്. മാത്രമല്ല, ഈ സൃഷ്ടിയിൽ സാധാരണ നടക്കുന്ന സംഭവങ്ങളോ അത്ഭുതങ്ങളോ എന്നും യഥാർത്ഥത്തിൽ ആരിഫായ മനുഷ്യനില്ല. ഇവിടെ നടക്കുന്ന എല്ലാം സാധാരണ സംഭവങ്ങളാണ് അവനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ നടക്കുന്ന എല്ലാം അസാധാരണ സംഭവങ്ങളുമാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാവിലെ സൂര്യൻ ഉദിക്കുന്നത്, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, വെളിച്ചം, ശബ്ദം, ഇവിടെ കാണുന്നതോ കേൾക്കുന്നതോ അനുഭവിക്കുന്നതോ എല്ലാം ഒരു തലത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം സാധാരണ കാര്യങ്ങളാണ്. മറ്റൊരു തലത്തിൽ അവനെ നോക്കുമ്പോൾ അവൻ അത്ഭുതകരമായ കാര്യമാണ്. അല്ലാതെ അവന് ഇത് സാധാരണ കാര്യം, ഇത് അത്ഭുതം, അങ്ങനൊന്നുമില്ല. സാധാരണയാണ് എല്ലാം സാധാരണ. അതിപ്പോൾ പെട്ടെന്ന് ഒരാൾ വായുവിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്താൽ അവന് സാധാരണമായ കാര്യമാണത്. അവന് പെട്ടെന്ന് ഒരാൾ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലും അവന് അസാധാരണമായ ഒരു കാര്യമാണ്. എന്നാൽ നോർമലായ കാര്യങ്ങൾ വരെ അവന് അസാധാരണമാവണം. കാരണം അവന് അങ്ങനെയാണ് അതിന് കാണുന്നത്. അവന് സാധാരണമെന്നോ അസാധാരണമെന്നോ അങ്ങനൊന്നുമില്ല. ഹക്കായ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് ആ ഗോളത്തെക്കുറിച്ച് നീ മനസ്സിലാക്കുമെന്ന ആഗ്രഹത്താലാണ് സൂര്യനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ നേലിൻ്റെ ഉദാഹരണം നിനക്കായി അവൻ വേർതിരിച്ച് കാണിച്ചത്. നിങ്ങളെവിടെയായിരുന്നാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ നിങ്ങളെവിടെയാണോ അവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ ഈ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ നേലിനെ പോലെയാണ്. അവൻ ആ നേലിനോട് ബന്ധപ്പെട്ട് സൂര്യനുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ സത്ത കൊണ്ടും അറിവ് കൊണ്ടും വിശേഷണം കൊണ്ടും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. പക്ഷേ അവൻ അറിഞ്ഞ രീതിയിലാണ്, അല്ലാതെ നമ്മൾ അറിയുന്ന രീതിയിലല്ല. അപ്പോൾ അവൻ ധാത്തുകൊണ്ട് നമ്മൾ കൂടെ ഉണ്ട്. ചില ആൾക്കാരൊക്കെ പറയും സുന്നികൾ വിശ്വസിക്കുന്നില്ല, ധാത്തുകൊണ്ട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറയും. ശരി, തെറ്റാണത്. സുന്നികൾ ധാത്തുകൊണ്ട് തന്നെ നമ്മൾ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ല. ധാത്തുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അബൂബക്കർ നമ്മളെ കൂടെ ഉള്ളത് പോലെ നമ്മളെ കൂടെ ഉണ്ടെന്നല്ല പറഞ്ഞൊരു സാരം. ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ സത്ത കൊണ്ട് നമ്മൾ കൂടെ ഉണ്ട് നമ്മൾ വിശ്വസിക്കണം. പക്ഷേ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല എന്നും നമ്മൾ വിശ്വസിക്കണം. ഇതൊക്കെ നമ്മൾ അഖീദയിൽ പെട്ടതാണ്. നമ്മുടെ ഉദാഹരണത്തിലെ ആ തെളിവ് സൂര്യനാണ്. തെളിവ് നൽകപ്പെടുന്ന കാര്യം പുതുതായി ഉണ്ടായതുമാണ്. സൂര്യൻ്റെ മാറ്റമാണ് അതിന് തെളിവ്. നിഴലിനെ കണ്ണുകൾക്കോ ഉൾക്കാഴ്ചക്കോ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയില്ല. യാതൊരു നിലനിൽപ്പുമുള്ള കാര്യമായതുകൊണ്ട് ബുദ്ധിപരമായി അതിനെ ഹൃദയം കൊണ്ടും കണ്ണുകൊണ്ടും കാണാൻ സാധിക്കുമെങ്കിലും
അവൻ എത്രയോ ഉന്നതൻ, രൂപം നൽകുന്നതിൽ നിന്നും സാദൃശ്യപ്പെടുത്തുന്നതിൽ നിന്നും അവൻ പരിശുദ്ധനായിരിക്കുന്നു. അവന് പ്രത്യേകമായ ഇതുകൊണ്ടൊക്കെ നമ്മൾ വിചാരിക്കേണ്ട അവൻ സൃഷ്ടിയിലുള്ളവനാണ്, അവൻ ഇന്ന രൂപമുണ്ട്, അവന് ഇതിനോട് സാമ്യതയുള്ളവനാണ് എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ഏറ്റവും ഉന്നതമായ ഉപമ അവനുള്ളതാണ്. അപ്പോൾ ഇതൊരു ഉപമ മാത്രം പറഞ്ഞെന്നുള്ളൂ. അതിനർത്ഥം ഇത് അവനോട് സാദൃശ്യമായി കിടക്കുന്നതല്ല. ഹക്കായ അള്ളാഹു നമ്മുടെ ബുദ്ധികളെ സ്ഥാപിച്ച പുതുതായി ഉണ്ടായ തെളിവുകളിൽ മാത്രമാണ് നാം മൊയ്കുന്നത്. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അതിനാൽ അർശ് ആ മുട്ടയാൽ വലയം ചെയ്യപ്പെട്ടതാണെന്ന് നീ അറിഞ്ഞാൽ, അതാവട്ടെ ഇലാഹിയായ കാരുണ്യമാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ, ഖുർആനിലെയും ഹദീസുകളിലെയും തെളിവുകളിലുള്ള എല്ലാ ആശയക്കുഴപ്പങ്ങളും നിനക്ക് നീങ്ങിപ്പോവും. അപ്പോൾ ഈ അർശ് ഈ സൃഷ്ടികളുടെ ഉള്ളിലുള്ള ഒന്നാണെന്നും നിനക്ക് ബോധ്യപ്പെട്ടാൽ, ഖുർആനിലും ഹദീസിലും പറഞ്ഞ എല്ലാ ആശയക്കുഴപ്പങ്ങളും നിങ്ങൾക്ക് നീങ്ങി മാറും. മാത്രവുമല്ല, സാധാരണഗതിയിൽ ഗ്രഹിക്കാൻ സാധിക്കാത്ത ദൈവിക സൂചനകൾ, ചിഹ്നങ്ങൾ, ഉപമകൾ എന്നിങ്ങനെ ആരിഫീങ്ങൾ ആത്മീയ രുചിയിലൂടെ അറിയുന്ന കാര്യങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളണമെന്നും നീ അറിയും. അപ്പോൾ ഈ ദൈവികമായ സൂചനകൾ, ഇലാഹിയായ സൂചനകൾ, ഉപമകളൊക്കെ എങ്ങനെയാണ് ആരിഫീങ്ങൾ മനസ്സിലാക്കുന്നത്, അതുപോലെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നിന്ന് ആരെങ്കിലും യാതൊരു ചിന്തയും കൂടാതെ അതിനെ രുചിച്ചറിയുകയാണെങ്കിൽ അവൻ്റെ ആന്തരികവും അവൻ്റെ പൂർണ്ണരൂപവും അവൻ്റെ ഭാഗവുമെല്ലാം അവനെക്കുറിച്ച്, അതായത് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയുന്നതാണ്. അപ്പോൾ ആരിഫീങ്ങളുടെ അവസ്ഥാണ് അവരുടെ ചിന്തകളൊക്കെ അള്ളാഹുവിൻ്റെ സൂചനകളിൽ മുഴുകിയതുകൊണ്ട് അവർ പൂർണ്ണമായും അവൻ്റെ സത്തയിൽ നിറയുന്ന അവസ്ഥ ഉണ്ടായിത്തീരും. ആകസ്മികമായ അസ്തിത്വം എന്നത് പുതുതായി ഉണ്ടായവ ആണ് എന്ന നിലയിൽ ആവശ്യകതയുടെയും അനിവാര്യതയുടെയും അടിസ്ഥാനത്തിൽ അള്ളാഹു തൻ്റെ നാമങ്ങളുടെ പദവികൾ, അതായത് മറാത്തിബ് കൊണ്ട് അതിനെ പുതുതായി സൃഷ്ടിച്ചതാണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ സൃഷ്ടികൾക്കൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണെന്ന് നിനക്ക് ബോധ്യം ഉണ്ടാവണം. അതുകൊണ്ട് ആ മുട്ട അള്ളാഹുവിൻ്റെ വേലുകൾക്കിടയിലാണെന്ന നിലയിൽ അത് അള്ളാഹുവിനെ തടയുന്ന ഒന്നല്ല. അപ്പോൾ ഈ സൃഷ്ടി മൊത്തം അള്ളാഹിനെ തടയുന്ന ഒന്നല്ല, എന്നാൽ അവനിൽ പ്രവേശിക്കുന്നതുമല്ല. അതായത് അവനിലേക്ക് കടക്കുന്ന ഒരു കാര്യമാണ് സൃഷ്ടി എന്ന് വിചാരിക്കരുത്, എന്നാൽ അവനിൽ നിന്ന് തടയുന്ന ഒരു കാര്യമാണ് സൃഷ്ടി എന്ന് വിചാരിക്കരുത്. മാത്രമല്ല പുറത്തു പോകുന്നതുമല്ല, മറിച്ച് വസ്തുക്കൾക്ക് കട്ടിയുള്ളതോ അല്ലാത്തതോ ആയ ഒരു കാര്യത്തെ വെളിവാക്കി കൊടുക്കുന്നത് ഒന്ന് മാത്രമാണ്. അപ്പോൾ അള്ളാഹു ആ വസ്തുക്കളിലൂടെ വെളിവാവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ആ വസ്തു അള്ളാഹുലേക്ക് പ്രവേശിക്കുന്നില്ല. അള്ളാഹു നിന്ന് ആ വസ്തു പുറത്തു പോകുന്നുമില്ല. യാതൊരു യാഥാർത്ഥ്യവുമില്ലാതെ ഒരു നിഴൽ ഒരു വസ്തുവിനെ വെളിവാക്കുന്നത് പോലെ, ഒരു നിഴൽ വസ്തുവിനെ വെളിവാക്കുന്നത് പോലെയാണ് അത് സംഭവിക്കുന്നത് എന്നർത്ഥം. അതിനാൽ വുജൂദിൽ ഉള്ളവൻ, അതായത് നിലനിൽപ്പുള്ളവൻ ഹക്കായ അള്ളാഹു മാത്രമാണ്. അവനല്ലാത്തതെല്ലാം ഇല്ലാത്തവയാണ്. അവക്ക് സ്ഥിരതയില്ലാത്ത സാങ്കല്പികമായതും നിഴൽ പോലുള്ളതുമായ രൂപമാണുള്ളത്. അതൊരു സാങ്കല്പിക ശകലം മാത്രമാണ്. ആ സാങ്കല്പികത്വത്തെയും സൃഷ്ടികളിൽ നിന്നുള്ള അതുപോലെയുള്ള സാങ്കല്പിക തത്വങ്ങളെയും നീ കാണുകയാണെങ്കിൽ അവ കാരണം യഥാർത്ഥവനായവനെ കാണുന്നതിൽ നിന്ന് നിനക്ക് മറവ് സംഭവിക്കുന്നു. സാധാരണ എന്തുകൊണ്ടാണ് ഹക്കിനെ നമ്മൾ കാണാൻ സാധിക്കാത്തത്? നമ്മൾ ഹക്കിനെ കാണുന്നതിന് പകരം ഹക്കല്ല ഇതിലൂടെയൊക്കെ വെളിവാകുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ സൃഷ്ടികളിലെ ഓരോ വസ്തുവിനെയും വേറെ വേറെ കാണുന്നു. അപ്പോൾ ഇത് വേറെ വേറെ നമ്മൾ കാണുന്ന സമയത്ത് അത് ഹക്കിനെ തൊട്ട് നമ്മൾ മറയിട്ട് കളയുന്നു. അവൻ തന്നെയാണ് ഹക്ക് എന്ന് വിളിച്ചത്. കാരണം അവനല്ലാത്തതെല്ലാം അസത്യമാണ്. അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ആധിപത്യം കാരണം അവയ്ക്ക് യാതൊരു നിലനിൽപ്പുമില്ല. ആ സാങ്കല്പിക ശകലത്തിൽ അള്ളാഹുവിൻ്റെ പ്രകാശം വെളിപ്പെട്ടാൽ അതിൽ നിന്നുള്ളതോ അല്ലാത്തതോ ആയ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന വസ്തുക്കളിലുള്ള അതിൻ്റെ സ്വാധീനം നീങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വസ്തുക്കൾ കാണുന്നത് കൊണ്ട് പ്രശ്നമില്ല, നിങ്ങളിവിടെയുള്ള സൃഷ്ടികളെ കാണുന്നത് കൊണ്ട് പ്രശ്നമില്ല. ആ സൃഷ്ടികളെ കാണുമ്പോൾ അതിലൂടെ വെളിപ്പെട്ടത് അള്ളാഹു ആണെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി. അതിലൂടെ വെളിപ്പെട്ടത് അള്ളാഹ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അള്ളാഹുവിനെ തൊട്ട് മറയുന്ന ഒരവസ്ഥയാക്കി തീർക്കും. ആ വസ്തുക്കൾ നിങ്ങൾ അള്ളാഹിനെ തൊട്ട് മറയിടും. അതേസമയം അതിലൂടെ വെളിവാകുന്നത്, അതിലൂടെ അള്ളയാണ് വെളിവാകുന്നത്, അള്ളാഹിൻ്റെ തജല്ലിയാണ് അതിലൂടെ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ അതൊരിക്കലും നമ്മൾ അള്ളാഹുവിൽ നിന്ന് മറയിടൂല. അതുകൊണ്ട് യഥാർത്ഥ നായവൻ്റെ, അത് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ അതിൻ്റെ പൂർണ്ണ ആധിപത്യത്തോടു കൂടി നീ ദർശിക്കും. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഈ സൃഷ്ടികളുടെ പ്രകാശത്തിലൂടെ അള്ളാഹിൻ്റെ പ്രകാശത്തെ നിങ്ങൾ കാണാൻ തയ്യാറായാൽ നിങ്ങൾക്ക് കൂടുതൽ അള്ളാഹിനെ സൗന്ദര്യത്തിൽ കാണാൻ സാധിക്കുകയാണ് ചെയ്യുക. ആ സങ്കല്പത്തിൻ്റെ ഇരുട്ടിനെയും ആ ലോകത്തിൻ്റെ വർഗത്തിലുള്ള മറ്റുള്ളവയുടെ സങ്കല്പത്തെയും നീ ദർശിക്കുകയും ചെയ്താൽ നീ അള്ളാഹുവിൻ്റെ സൗന്ദര്യം കൊണ്ട് നിലനിൽക്കുന്നവനായിത്തീരും. അപ്പോൾ നിങ്ങൾ ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ തജല്ലീനെ ഈ സൃഷ്ടികളിലൊക്കെ കാണാൻ തയ്യാറായാൽ അതിലൂടെ അള്ളാഹുവിലായി നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും.
അതൊരിക്കലും നിങ്ങൾ അള്ളാഹുവിനെ തൊട്ട് മറക്കൂല. അതിനാൽ നീ ഇത് നന്നായിട്ട് മനസ്സിലാക്കണം.